നടുഭാഗവും കാരിച്ചാലും വീയപുരവും നിരണവും മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തീ പാറുന്ന ആ മത്സരം ഒന്നാമത്തെ ട്രാക്കിൽ നടുഭാഗം, രണ്ടാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, മൂന്നാമത്തെ ട്രാക്കിൽ വീയപുരം, നാലാമത്തെ ട്രാക്കിൽ നിരണം. ഈ 4 ചുണ്ടൻ വള്ളങ്ങളുടെയും ആകാശ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തീ പാറുന്ന മത്സരത്തിൻ്റെ ഫൈനൽ വിവരിക്കുന്നത് ഞങ്ങളുടെ മാസ്റ്റർ കമൻറ്റേറ്റർ, ദൂരദർശൻ്റെ മാസ്റ്റർ കമൻറ്റേറ്ററായ ജോ ജോസഫ് തായങ്കരിയാണ്. തായങ്കരിയാണെങ്കിൽ തായങ്കരിക്കാരനാണ്. ഈ കരികളുടെ പേരിലുള്ള സ്ഥലമാണ്. ഊരുക്കരി, രാമങ്കരി, ചേന്നങ്കരി, കണ്ടങ്കരി, കൈനകരി എന്നിങ്ങനെ പറയുന്ന പോലെ ഒരു കൈനകരിയുടെ പോലെ തന്നെ, അല്ലെങ്കിൽ തായങ്കരിയുടെ പുത്രനായ ജോ ജോസഫ് തായങ്കരിയിലേക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. നന്ദി ഹരികുമാർ വാലേത്ത്. ചുണ്ടൻ വള്ളങ്ങളുടെ 70ാമത്തെ നെഹ്റു ട്രോഫിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ രാജാവാര് എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ നടുഭാഗം വള്ളം, രണ്ടാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, മൂന്നാമത്തെ ട്രാക്കിൽ വീയപുരം, നാലാമത്തെ ട്രാക്കിൽ നിരണം. പേരും പെരുമയുമെന്ന് നമ്മൾ സ്ഥിരം പറയുന്ന ഒരു പ്രയോഗമാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇത് രാജാക്കന്മാരുടെ മത്സരമാണ്. നിരവധി തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സിദ്ധിച്ച കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇപ്പോൾ ഈ ജലമേളയിലെ ജേതാക്കന്മാരായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാർ ഏറ്റവും വലിയ ജലരാജാവായ കാരിച്ചാലിൽ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയിൽ ഈ 70ാമത് നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുമ്പോൾ കാരിച്ചാൽ രണ്ടാമത്തെ ട്രാക്കിൽ കൂടി ആദ്യപാദ മത്സരത്തിൽ ഏറ്റവും കുറച്ച് സമയത്തിൽ ഫിനിഷ് ചെയ്ത കാരിച്ചാൽ രണ്ടാമത്തെ ട്രാക്കിൽ കൂടെ കടന്നു വരുമ്പോൾ, മൂന്നാമത്തെ ട്രാക്കിൽ കൂടെ കടന്നു വരുന്നത് വീയപുരം വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിക്കാർ തുഴയുന്ന വീയപുരം മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ, നിരണം KG എബ്രഹാമിന്റെ നേതൃത്വത്തിൽ നിരണം ബോട്ട് ക്ലബ്ബ് നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ, നടുഭാഗം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആ പേരോട് ചേർന്ന് വെച്ച് വായിക്കുന്ന നടുഭാഗം ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. തുല്യ ശക്തികളായ 4 ചുണ്ടൻ വള്ളങ്ങൾ ഒരേ രീതിയിൽ കടന്നു വരുമ്പോൾ എന്തൊരാവേശമാണ് ഈ പുന്നമടക്കായലിന്. ജലോപരിതലത്തിന് തീപിടിക്കുന്ന പോലുള്ള ആവേശം, അത്യുജ്വലമായ ഒരു പ്രകടനമാണ് ഈ 4 കളിവള്ളങ്ങൾ കാഴ്ചവെക്കുന്നത്. സനീഷ് കുമാറിന്റെയും അനിൽകുമാറിന്റെയും നേതൃത്വത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ, രണ്ടാം ട്രാക്കിലൂടെ കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ അലൻ എയ്ഡൻ 3 സൈക്കിളിന്റെ നേതൃത്വത്തിൽ മനോജ് 10 തെങ്കിലിന്റെ നിയന്ത്രണത്തിൽ കടന്നു വരുന്ന കാരിച്ചാൽ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ, മൂന്നാമത്തെ ട്രാക്കിലൂടെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ PV മാത്യുവിന്റെയും ബൈജു കുട്ടനാടിന്റെയും നെടുനായകത്വത്തിൽ കടന്നു വരുന്ന വീയപുരം, നാലാമത്തെ ട്രാക്കിൽ കടന്നു വരുന്നതാണ് നിരണം ബോട്ട് ക്ലബ്ബ്. പ്രായേണ പുത്തൻ വള്ളമെങ്കിലും പുത്തൻ ടീമെങ്കിലും ശക്തരാണ് ഞങ്ങൾ എന്ന് തെളിയിച്ചുകൊണ്ട് KG എബ്രഹാമിന്റെയും ബിനു ഷാജിയുടെയും നേതൃത്വത്തിൽ കടന്നു വരുന്ന നിരണം ചുണ്ടൻ. അങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങൾ ഈ 70ാമത്തെ നെഹ്റു ട്രോഫിയിൽ, ഈ പ്രത്യേകതയുള്ള വർഷത്തിൽ, സപ്തതി വർഷത്തിലെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ വേണ്ടി കടന്നു വരുന്ന 4 ചുണ്ടൻ വള്ളങ്ങൾ നടുഭാഗമാണോ, കാരിച്ചാലാണോ, വീയപുരമാണോ, നിരണമാണോ, ഒന്നിച്ചൊന്നായി കടന്നു വരുന്ന അത്യുജ്വലമായ ഒരു പോരാട്ടമാണ് ഈ നെഹ്റു ട്രോഫിയിൽ പുന്നമടക്കായലിൽ ഈ 70ാം ആണ്ടിൽ ഇവിടെ നടക്കുന്നത്. എന്തൊരാവേശമാണ്! എനിക്ക് ചുറ്റും കൂടി നിൽക്കുന്നവർ ആവേശത്തിൽ ആറാടുകയാണ്. ഈ കരക്കാരെല്ലാം സ്തബ്ധരായി നോക്കി നിൽക്കുന്നു. വള്ളംകളി പ്രേമികൾ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു എന്ന് പറയാവുന്ന രീതിയിൽ ഒരേ രീതിയിൽ കടന്നു വരുന്ന 4 ചുണ്ടൻ വള്ളങ്ങൾ. നടുഭാഗം ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ, രണ്ടാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, മൂന്നാമത്തെ ട്രാക്കിൽ വീയപുരം, നാലാമത്തെ ട്രാക്കിൽ നിരണം. ഒന്നിച്ചൊന്നായി എന്തൊരു മനോഹരമായ കാഴ്ച! അല്പം മുൻപിൽ എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. ഒരേ രീതിയിലുള്ള പോരാട്ടം. അല്പം മുന്നിൽ ഇപ്പോൾ വീയപുരമാണോ? അല്ല. കാരിച്ചാലാണോ? അല്ല. നടുഭാഗമാണോ? പറയുവാൻ കഴിയില്ല. നിരണം ഇതാ കടന്നു വരുന്നു. കാരിച്ചാലും വീയപുരവും തമ്മിലുള്ള അത്യുജ്വലമായ ഒരു പോരാട്ടം. ഇപ്പോൾ മൂന്നാമത്തെ ട്രാക്കിലുള്ള വീയപുരമാണോ? 11ാം നമ്പർ വള്ളം നടുഭാഗമാണോ? 20ാം നമ്പർ വള്ളം കാരിച്ചാലാണോ? അതോ 15ാം നമ്പർ വള്ളം വീയപുരമാണോ, നിരണമാണോ? ഒന്നിച്ചൊന്നായൊരു പോരാട്ടം, അത്യുജ്വലമായൊരു പോരാട്ടമായിരുന്നു. കാണികളെ തീർച്ചയായും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുമെങ്കിലും ഔദ്യോഗികമായി അത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. തീർച്ചയായും റീപ്ലേയും ജഡ്ജസും പറയട്ടെ, വിധിക്കട്ടെ. കാരണം അത് ഫൈനൽ മത്സരമാണ്. ഇതൊരു ഹീൽസ് മത്സരമാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പറയുവാൻ കഴിയുമായിരുന്നുള്ളൂ. രണ്ട് റീപ്ലേ കാണാം. 20ാം നമ്പർ വള്ളം കാരിച്ചാൽ, 15ാം നമ്പർ വള്ളം വീയപുരം. വീണ്ടും കാണണമോ?
കാഴ്ചക്കാർക്ക്, പ്രേക്ഷകർക്ക്, മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും കാണണമോ?